സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ പുതിയ UDF സർക്കാരിന് നേരിടേണ്ടി വരിക നിരവധി പ്രതിബന്ധങ്ങൾ. UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത 5 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ കണ്ടെത്തേണ്ടത് കോടികളാണ്. ആശാവർക്കർമാരുടെ വേതന വർധനവ്, KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്ര, ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള 1000 രൂപ തുടങ്ങിയവ നടപ്പാക്കാൻ VD സതീശൻ സർക്കാരിന് കടമ്പകളേറെ കടക്കേണ്ടി വരും. 10 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അധികാരത്തിലേറിയപ്പോൾ UDF സർക്കാരിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നിരവധി പ്രതിബന്ധങ്ങളാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് 5 ഗ്യാരണ്ടികളാണ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം ചെയ്തത്. UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ ആദ്യ മന്ത്രിസഭയിലെ തന്നെ 5 ഗ്യാരണ്ടികളിലെ ചിലത് നടപ്പാക്കുവാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് വിവരം. എന്നാൽ സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സംസ്ഥാനത്തെ കാലിയായ ഖജനാവ് മാത്രം അവശേഷിക്കെ കടുത്ത വെല്ലുവിളികളാകും VD സതീശൻ സർക്കാരിന് നേരിടേണ്ടി വരിക എന്ന കാര്യത്തിൽ സംശയമില്ല. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തും, ആശാ വർക്കർമാരുടെ വേതന വർധനവ്, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം കിട്ടുന്ന ഇന്ദിരാ ക്യാൻറ്റീൻ തുടങ്ങിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുക എന്നതാണ് VD സതീശൻ സർക്കാർ നേരിടാൻ പോകുന്ന സങ്കീർണമായ വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ടവ. ജനം, തിരുവനന്തപുരം.